ഈ റോസ്മേരി എന്നത് സത്യത്തിൽ എന്താണ്? സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഗുണഗണങ്ങൾ ഈ സസ്യത്തിനുണ്ടോ? അതോ ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണോ? ഹായ്, ഐ എം ജിജി, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ, ചാലക്കുടി. സത്യത്തിൽ റോസ്മേരി എന്നുള്ളതൊരു വിദേശ സസ്യമാണ്. ഇടക്കാലം കൊണ്ട് നമ്മുടെ ഇടയിലേക്ക് വന്ന ഒരുപാട് മെഡിക്കൽ വാല്യൂസ് ഉള്ള ഒരു സസ്യമാണ് ഈ റോസ്മേരി എന്ന് പറയുന്നത്. ഇത് പല ഉപയോഗങ്ങൾക്കാണ് നമ്മളുടെ ഇവിടെ പല കാര്യങ്ങൾക്കാണ് നമ്മളിതിവിടെ ഉപയോഗിച്ച് വരുന്നത്. മെയിനായിട്ട് നമ്മളൊരു സലാഡിലൊക്കെ ഉൾപ്പെടുത്താറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജ്യൂസുകളിൽ, അതുപോലെ നമ്മൾ നോൺ വെജൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതുപോലെ ബിരിയാണി ഐറ്റംസിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്താണ് ഇത് നമ്മൾ ഹെയറിലും യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് മെഡിക്കൽ വാല്യൂ ഉള്ള, ഒരുപാട് എസൻഷ്യൽ അമിനോ അമ്ലങ്ങളും വൈറ്റമിൻസും മിനറൽസും ഉള്ള ഒരു സസ്യമാണ് ഈ റോസ്മേരി എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഇതൊരു അടുക്കള സസ്യമാണ്. നമുക്ക് അകത്തും പുറത്തും വെച്ചിട്ട് നമുക്കത് ഇൻഡോർ പ്ലാന്റായിട്ടും പുറത്ത് വെച്ച് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു സസ്യമാണ്. നല്ല മണമുള്ള ചെറിയ കൂർത്ത ഇലയോടുകൂടിയ ഒരു സസ്യമാണ് ഈ റോസ്മേരി എന്നുള്ളത്. കറികളിൽ, സോപ്പിൽ, അതുപോലെ തന്നെ നല്ല സുഗന്ധവ്യഞ്ജനങ്ങൾ ഉണ്ടാക്കാനായിട്ട്, അതുപോലെ കൊതുകിനെ തുരത്താനായിട്ട്, അതുപോലെ നമ്മൾ ഫ്ലോർ ക്ലീനറായിട്ട് ഒക്കെ പലതരത്തിലുള്ള ഉപയോഗങ്ങളാണ് ഈ ചെടി കൊണ്ടുള്ളത്. എന്നാൽ ഇപ്പോൾ വളരെ പ്രാചാര്യത്തിലുള്ളത് നമ്മളുടെ ഹെയർ ഓയിലുകളുടെ ഉപയോഗത്തിലും, അതല്ലാണ്ട് ഡാൻഡ്രഫിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റുകളിലും സ്കാൽപ്പിൽ യൂസ് ചെയ്യാനായിട്ടൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. വെള്ള, പർപ്പിൾ, നീല അങ്ങനെ പലതരത്തിലുള്ള പൂക്കൾ ഈ സസ്യത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചിട്ട്. ആദ്യമായിട്ട് നമ്മൾ ഹെയർ ലോസിനാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഹെയർ ലോസ് ഉള്ളവർക്ക് ഇത് വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. അത് നമുക്ക് റോസ്മേരി ഓയിലായിട്ടും റോസ്മേരി സ്പ്രേ വാട്ടറായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. റോസ്മേരി ഓയിലാണെന്നുണ്ടെങ്കിൽ നല്ല ഒറിജിൻ ഓയിൽസ് നമുക്കിപ്പോൾ കിട്ടാനുണ്ട് റോസ്മേരിയുടെ. അപ്പോൾ അത് ഡയറക്റ്റ് അധികം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഒന്നുകിൽ കോക്കനട്ട് ഓയിലോ ഒലീവ് ഓയിലോ ആയിട്ട് മിക്സ് ചെയ്തിട്ട് സമം അളവിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്കാൽപ്പിലും മുടിയിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ ശ്രദ്ധ, ഏകാഗ്രത, അതുപോലെ നമ്മളുടെ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഈ റോസ്മേരി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും മനസ്സിൻ്റെ ഏകാഗ്രത നിലനിർത്താനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനും സ്ട്രെസ് ഹോർമോണിൻ്റെ ഒരു അളവിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ റോസ്മേരി നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതും വളരെ നല്ലതാണ്. പ്രായമേറി വരുന്തോറും നമ്മുടെ സ്കാൽപ്പ് വളരെ സെൻസിറ്റീവായി മാറാറുണ്ട്. അതായത് ഒരു 30-35 തൊട്ട് മേളിലോട്ട് കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കാൽപ്പ് വളരെ സെൻസിറ്റീവായി മാറാറുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഹെയർ ലോസ് കൂടുതലും സംഭവിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് ഈ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആ തിന്നി ഹെയറിന്, മുടി നേർത്ത് വരുന്ന ആ സാഹചര്യത്തിന് ഒരുപാട് മാറ്റം ഉണ്ടാകുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ധാരാളമായി അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ മുടിയിൽ നമ്മുടെ സ്കാൽപ്പിൽ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും അങ്ങനെ നമുക്ക് തിന്നിങ് ആവുന്ന ആ പ്രോബ്ലത്തെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മുടി അറ്റം പിളരുന്ന പ്രശ്നത്തിനും റോസ്മേരി വാട്ടർ വളരെ നല്ലതാണ്. കാർണോസിക് ആസിഡ്, റോസ്മേരിനിക് ആസിഡ് അങ്ങനെ ഇതിലടങ്ങിയിരിക്കുന്ന ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ഈ ചെടിക്ക് ഇത്രയധികം ഗുണഗണങ്ങൾ കൊടുക്കുന്നത്. സ്കാൽപ്പിലും മുടിയിലും ഉണ്ടാകുന്ന വരൾച്ചയെ തടയുന്നതിനോടൊപ്പം തന്നെ മുടി നല്ല ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ടും നല്ലൊരു ഹൈഡ്രേറ്റിംഗ് എഫക്റ്റ് നിലനിർത്താനായിട്ടും ഇതിന് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വിട്ടുമാറാത്ത താരനും തലയിലുണ്ടാവുന്ന സോറിയാസിസിനും ഇത് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു 2 ടീസ്പൂൺ നമുക്കിപ്പോൾ ഉണങ്ങിയ റോസ്മേരി ലീവ്സൊക്കെ കടകളിൽ നിന്ന് കിട്ടും. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇവിടെ സമൃദ്ധിയായിട്ട് വളരാൻ പറ്റുന്ന ഒരു സസ്യമാണ്. ഇതൊരു വിദേശ സസ്യമാണെങ്കിൽ പോലും നമ്മുടെ ഇപ്പോൾ ഇവിടെയുള്ള പല വീടുകളിലും ഇപ്പോൾ റോസ്മേരി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് വളർത്താൻ പറ്റുന്ന സാഹചര്യമുള്ള ഒരു ചെടിയാണ്. അപ്പം നഴ്സറികളിൽ നിന്നൊക്കെ നമുക്കത് വാങ്ങിച്ച് വെക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണങ്ങിയ ലീവ്സ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ 2 ടീസ്പൂൺ റോസ്മേരി ലീവ്സ് എടുക്കുക. എന്നിട്ട് ഒരു 4 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 2 ഗ്ലാസ് വെള്ളമായിട്ട് അതിനെ വറ്റിച്ചെടുക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിൽ എടുത്ത് അതിലൊഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ആവശ്യാനുസരണം യൂസ് ചെയ്യാവുന്നതാണ്. ഡെയിലി 2 ടൈംസൊക്കെ ആദ്യത്തെ 2 ആഴ്ചകളിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഡെയിലി 1 ടൈം യൂസ് ചെയ്താൽ മതിയാവും. നമ്മൾ നല്ലതായിട്ട് കുളിച്ച് തോർത്തി ഉണങ്ങിയ മുടിയിൽ ആണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. സ്കാൽപ്പിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. മുടിയുടെ അറ്റം വരെ നമുക്കത് യൂസ് ചെയ്യാം. എന്നാലും മെയിനായിട്ട് നമ്മൾ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടത്.
റോസ്മേരി വാട്ടറോ റോസ്മേരി ഓയിലോ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് മുടിയിലും സ്കാൽപ്പിലും ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും നമുക്കൊരു പരിഹാരം കണ്ടെത്താവുന്നതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന സമൃദ്ധിയായിട്ടുള്ള സൾഫറിൻ്റെ അളവും ഒരു പരിധിവരെ നമ്മുടെ മുടീൻ്റെ സംരക്ഷണത്തിന് ഉതകുന്നുണ്ട്. ഈ സൾഫറാണ് മുടിക്ക് ഇത്രയധികം രക്തയോട്ടം കൊടുക്കാനായിട്ടും ഈ തിന്നിങ് ഹെയർ എന്നുള്ള പ്രോബ്ലത്തെ കൺട്രോൾ ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ റിസൾട്ട് നമ്മുടെ മുന്നിലൊക്കെ പറയാറുണ്ട്. നമ്മൾ പറഞ്ഞ് അഡ്വൈസ് ചെയ്ത് കൊടുത്തിട്ട് ആൾക്കാർ ചെയ്തിട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് റിസൾട്ട് പറയാറുണ്ട്. അപ്പോൾ വളരെ ധൈര്യപൂർവ്വം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ എന്ന നമ്മുടെ ഈ സ്ഥാപനത്തിൽ റോസ്മേരി ഓയിൽ ട്രീറ്റ്മെൻറ്റുകൾ ലഭ്യമാണ്. ഓയിൽ ട്രീറ്റ്മെൻറ്റുകൾ മാത്രമല്ല, സ്പ്രേ ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട്. അപ്പോൾ അത് റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് എടുത്തു പോകുന്നവർക്ക് വളരെ എഫക്റ്റീവാണ്. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ട്രീറ്റ്മെൻറ്റ് ഇവിടെ നിന്ന് ലഭ്യമാകുന്നതാണ്. താങ്ക് യു.